എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്തെടുക്കുന്നത് ഒരു സ്പൈറൽ ബാറ്റി ആർട്ടാണ് കേട്ടോ. ആദ്യമായിട്ട് നമ്മൾ ഗൂഗിളിൽ നിന്ന് സ്പൈറൽ ബാറ്റി എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ആദ്യം കാണുന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഫോട്ടോ ഫോണിൻ്റെ ഗാലറിയിൽ നിന്നും അതിലേക്ക് അപ്ലോഡ് ചെയ്യുക. ഇതുപോലെ നമുക്ക് വേണ്ട രീതിയിൽ ചെയ്തെടുക്കാം. എന്നിട്ട് ടിക്ക് മാർക്ക് അമർത്തുക. അപ്പോൾ ഇതിൽ കാണുന്ന മൂന്നാമത്തെ ഓപ്ഷനിൽ നിന്ന് നമ്മൾ അതിലേക്ക് സെറ്റ് ചെയ്യുക. ഇങ്ങനെ വരും. എന്നിട്ട് അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡൗൺലോഡ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ കാണാൻ ഡൗൺലോഡ് ആവുന്നത്. എന്നിട്ട് നമ്മളത് ഒരു പ്രിൻ്റ് എടുക്കണം. A4 സൈസിലോ A3 സൈസിലോ ഒക്കെ ആയിട്ട് നമുക്ക് പ്രിൻ്റ് എടുക്കാം. അത് ഈ രൂപത്തിലാണ് പ്രിൻ്റ് എടുത്ത് നമുക്ക് കിട്ടുക. അപ്പോൾ അതിൽ കാണുന്ന ചെറിയ ഗ്യാപ്പ് ഉണ്ടാകും. അതിൽ പേന വെച്ചിട്ടോ മാർക്കർ വെച്ചിട്ടോ പെൻസിൽ വെച്ചിട്ടോ ഒക്കെ നമുക്ക് പ്രിൻ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും ആളെ മനസ്സിലായിട്ടുണ്ടാവും. അതെ, ഇന്നത്തെ വീഡിയോ നമ്മുടെ പ്രിയ കവി A. അയ്യപ്പനെ കുറിച്ചാണ്. ജനനം 1949 ഒക്ടോബർ മാസം, മരണം 2010 ഒക്ടോബർ മാസം. നമ്മുടെ പ്രിയ കവി വിട വാങ്ങിയിട്ട് ഒരു പതിറ്റാണ്ട് കഴിയുന്നു. സ്വന്തമായൊരു മുറിയില്ലാത്തവൻ തെരുവിനെ വീടും മുറിയുമാക്കി ലഹരിയുടെ ഉന്മാദത്തിൽ ഹൃദയസ്പർശിയായ ഒരുപാട് നല്ല കവിതകൾ മലയാള കാവ്യലോകത്തിനു വേണ്ടി സമ്മാനിച്ചു. ബാല്യത്തിൽ തന്നെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട അനാഥത്വവും പ്രണയത്തിനേറ്റ മുറിവും ലഹരിയുടെ ആഴങ്ങളിലൂടെയുള്ള സഞ്ചാരവുമായിരുന്നെങ്കിലും മലയാള സാഹിത്യ ലോകത്തിന് എത്ര തവണ വായിച്ചാലും മടുപ്പ് തോന്നാത്ത വരികൾ സമ്മാനിച്ച പ്രിയ കവിയുടെ മരണം ഒരിക്കൽ തലസ്ഥാന നഗരത്തിൻ്റെ തെരുവിൽ കിടന്നു തന്നെയായിരുന്നു എന്നതാണ് തീർത്തും വേദനാജനകം. ആശുപത്രിയിലെത്തിച്ചു മരണശേഷമാണ് പ്രിയ കവിയാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചത്. തലസ്ഥാനത്തിൻ്റെ തെരുവോരങ്ങളിലും സെക്രട്ടേറിയറ്റ് പരിസരങ്ങളിലും വെച്ച് ഈ കവിയെ ഒട്ടനവധി പേർ കണ്ടിട്ടുണ്ടാകും. 15 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കും ഈ കവിയെ നേരിട്ട് കാണാനുള്ള ഭാഗ്യമുണ്ടായി. അന്നാണ് ഈ കവി എൻ്റെ ഹൃദയമായത്. പീഡികത്തിണ്ണകളിൽ, തെരുവിൽ, രാത്രിസത്രങ്ങളിൽ, മദ്യശാലകളിൽ ദിക്കും ദിശയുമില്ലാതെ സഞ്ചരിച്ച ജീവിതം ലഹരിയിൽ മുങ്ങി സ്വന്തമായി മുറികളില്ലാത്തവൻ്റെ വരികളെല്ലാം തീക്ഷ്ണമായിരുന്നു. മൃത്യുവിന് ഒരു അർത്ഥമേ ഉള്ളൂ, വരൂ പോകാം. കരൾ പങ്കിടാൻ വയ്യൻ്റെ ഹൃദയമേ, പകുതിയും കൊണ്ടുപോയി ലഹരിയുടെ പക്ഷി. മരണവീട്ടിലെ മഴ തോരുന്നില്ല, മഴയെ പ്രണയിച്ചവൻ്റെ മരണത്തിന് വരാതെ പറ്റില്ലല്ലോ എന്ന് മഴയും. മരണസമയത്തും കവിയുടെ കുപ്പായ കൈമടക്കിൽ എഴുതി വെച്ച ഒരു കവിതയുണ്ടായിരുന്നു. ജീവിതത്തിൽ തോറ്റുപോയവരെ വരികളിലൂടെ ജീവിപ്പിക്കാൻ പ്രേരിപ്പിച്ച പ്രിയ കവി. കവിതകളുടെയും ജീവിതത്തിൻ്റെയും തെരുവോരങ്ങളിലൂടെ അലഞ്ഞ പ്രിയ കവി. മരണത്തിനപ്പുറവും ഞാൻ ജീവിക്കും, അവിടെ ഒരു പൂക്കാലം ഉണ്ടായിരിക്കും. പ്രിയ കവിക്ക് പ്രണാമം.